2 രാജാക്കന്മാർ അധ്യായം 21. മനശ്ശെ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 12 വയസ്സായിരുന്നു. അവൻ 55 സംവത്സരം യെരുശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് ഹെപ്സിബ എന്നു പേർ. എന്നാൽ യഹോവ ഇസ്രായേൽ മക്കളുടെ മുൻപിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതികളുടെ മ്ലേച്ഛതകൾക്കൊത്തവണ്ണം അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. തന്റെ അപ്പനായ ഹിസ്കിയാവ് നശിപ്പിച്ച് കളഞ്ഞിരുന്ന പൂജാഗിരികളെ അവൻ വീണ്ടും പണിതു. ബാലിന് ബലിപീഠങ്ങളുണ്ടാക്കി. ഇസ്രായേൽ രാജാവായ ആഹാബ് ചെയ്തതുപോലെ ഒരു അശേര പ്രതിഷ്ഠ പ്രതിഷ്ഠിച്ചു. ആകാശത്തിലെ സർവ്വസൈന്യത്തെയും നമസ്കരിച്ച് സേവിച്ചു. യെരുശലേമിൽ ഞാൻ എൻ്റെ നാമം സ്ഥാപിക്കുമെന്ന് യഹോവ കൽപ്പിച്ചിരുന്ന യഹോവയുടെ ആലയത്തിലും അവൻ ബലിപീഠങ്ങൾ പണിതു. യഹോവയുടെ ആലയത്തിൻ്റെ 2 പ്രാകാരങ്ങളിലും അവൻ ആകാശത്തിലെ സർവ്വസൈന്യത്തിനും ബലിപീഠങ്ങൾ പണിതു. അവൻ തൻ്റെ മകനെ അഗ്നിപ്രവേശം ചെയ്യിക്കുകയും മുഹൂർത്തം നോക്കുകയും ആഭിചാരം പ്രയോഗിക്കുകയും വെളിച്ചപ്പാടന്മാരെയും ലക്ഷണം പറയുന്നവരെയും നിയമിക്കുകയും ചെയ്തു. യഹോവയെ കോപിപ്പിപ്പാൻ തക്കവണ്ണം അവന് അനിഷ്ടമായുള്ളത് പലതും ചെയ്തു. ഈ ആലയത്തിലും ഇസ്രായേലിൻ്റെ സകല ഗോത്രങ്ങളിൽ നിന്നും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന യെരുശലേമിലും ഞാൻ എൻ്റെ നാമം എന്നേക്കും സ്ഥാപിക്കും എന്ന് യഹോവ ദാവീദിനോടും അവൻ്റെ മകനായ ശലോമോനോടും അരുളി ചെയ്ത ആലയത്തിൽ താനുണ്ടാക്കിയ അശേര പ്രതിഷ്ഠ അവൻ പ്രതിഷ്ഠിച്ചു. ഞാൻ അവരോട് കൽപ്പിച്ചതൊക്കെയും എൻ്റെ ദാസനായ മോശ അവരോട് കൽപ്പിച്ച സകല ന്യായപ്രമാണവും അനുസരിച്ച് നടക്കേണ്ടതിന് അവർ ശ്രദ്ധിക്കുക മാത്രം ചെയ്താൽ ഇനി ഇസ്രായേലിൻ്റെ കാൽ അവരുടെ പിതാക്കന്മാർക്ക് ഞാൻ കൊടുത്ത ദേശം വിട്ടലയുവാൻ ഇടവരുത്തുകയില്ല എന്ന് യഹോവ കൽപ്പിച്ചിരുന്നു. എന്നാൽ അവർ കേട്ടനുസരിച്ചില്ല. യഹോവ ഇസ്രായേൽ മക്കളുടെ മുൻപിൽ നിന്ന് നശിപ്പിച്ച ജാതികളെക്കാളും അധികം ദോഷം ചെയ്യുവാൻ മനശ്ശെ അവരെ തെറ്റിച്ചു കളഞ്ഞു. ആകയാൽ യഹോവ പ്രവാചകന്മാരായ തൻ്റെ ദാസന്മാർ മുഖാന്തരം അരുളി ചെയ്തതെന്തെന്നാൽ, യഹൂദ രാജാവായ മനശ്ശെയ്ക്ക് തനിക്ക് മുൻപേ ഉണ്ടായിരുന്ന അമോര്യർ ചെയ്ത സകലത്തെക്കാളും അധികം ദോഷമായി ഈ മ്ലേച്ഛതകൾ പ്രവർത്തിച്ചിരിക്കയാലും തൻ്റെ വിഗ്രഹങ്ങളെക്കൊണ്ട് യഹൂദയെയും പാപം ചെയ്യിക്കയാലും ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: കേൾക്കുന്ന ഏവൻ്റെയും ചെവി രണ്ടും മുഴങ്ങത്തക്കവണ്ണമുള്ള അനർത്ഥം ഞാൻ യെരുശലേമിനും യഹൂദയ്ക്കും വരുത്തും. ഞാൻ യെരുശലേമിന്മേൽ ശമര്യയുടെ അളവുനൂലും ആഹാബ് ഗൃഹത്തിൻ്റെ തൂക്കുകട്ടയും പിടിക്കും. ഒരുത്തൻ ഒരു തളിക തുടയ്ക്കുകയും തുടച്ച ശേഷം അത് കവിഴ്ത്തി വയ്ക്കുകയും ചെയ്യുന്നതുപോലെ ഞാൻ യെരുശലേമിനെ തുടച്ചു കളയും. എൻ്റെ അവകാശത്തിൻ്റെ ശേഷിപ്പ് ഞാൻ ത്യജിച്ച് അവരെ അവരുടെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിക്കും. അവർ തങ്ങളുടെ സകല ശത്രുക്കൾക്കും കവർച്ചയും കൊള്ളയും ആയിത്തീരും. അവരുടെ പിതാക്കന്മാർ മിസ്രയീമിൽ നിന്നും പുറപ്പെട്ട നാൾ മുതൽ ഇന്ന് വരെ അവർ എനിക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു എന്നെ കോപിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ. അത്രയുമല്ല, യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്യേണ്ടതിന് മനശ്ശെ യഹൂദയെക്കൊണ്ട് ചെയ്യിച്ച പാപം കൂടാതെ അവൻ യെരുശലേമിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നിറപ്പാൻ തക്കവണ്ണം കുറ്റമില്ലാത്ത രക്തവും ഏറ്റവും വളരെ ചിന്നിച്ചു. മനശ്ശെയുടെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും അവൻ്റെ പാപവും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. മനശ്ശെ തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അരമനയുടെ തോട്ടത്തിൽ, ഉസ്സയുടെ തോട്ടത്തിൽ തന്നെ അവനെ അടക്കം ചെയ്തു. അവൻ്റെ മകനായ ആമോൻ അവനു പകരം രാജാവായി. ആമോൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 22 വയസ്സായിരുന്നു. അവൻ 2 സംവത്സരം യെരുശലേമിൽ വാണു. അവൻ്റെ അമ്മയ്ക്ക് മെഷൂല്ലേമെത്ത് എന്നു പേർ. അവൾ യൊത്ബക്കാരനായ ഹാരൂസിൻ്റെ മകളായിരുന്നു. അവൻ തൻ്റെ അപ്പനായ മനശ്ശെ ചെയ്തതുപോലെ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. തൻ്റെ അപ്പൻ നടന്ന വഴിയിലൊക്കെയും നടന്നു. തൻ്റെ അപ്പൻ സേവിച്ച വിഗ്രഹങ്ങളെയും സേവിച്ചു നമസ്കരിച്ചു. അങ്ങനെ അവൻ തൻ്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ ഉപേക്ഷിച്ചു കളഞ്ഞു.
യഹോവയുടെ വഴിയിൽ നടന്നതുമില്ല. എന്നാൽ ആമോന്റെ ഭൃത്യന്മാർ അവന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി രാജാവിനെ അരമനയിൽ വെച്ച് കൊന്നുകളഞ്ഞു. എന്നാൽ ദേശത്തെ ജനം ആമോൻ രാജാവിന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കിയവരെ ഒക്കെയും കൊന്നു. ദേശത്തെ ജനം അവന്റെ മകനായ യോശിയാവെ അവനു പകരം രാജാവാക്കി. ആമോൻ ചെയ്ത മറ്റുള്ള വൃത്താന്തങ്ങൾ യഹൂദാ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ഉസ്സയുടെ തോട്ടത്തിലെ അവന്റെ കല്ലറയിൽ അവനെ അടക്കം ചെയ്തു. അവന്റെ മകനായ യോശിയാവ് അവനു പകരം രാജാവായി. 2 രാജാക്കന്മാർ അധ്യായം 22. യോശിയാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 8 വയസ്സായിരുന്നു. അവൻ 31 സംവത്സരം യെരുശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് യദീദ എന്നു പേർ. അവൾ ബൊസ്കത്തുകാരനായ അദായാവിന്റെ മകളായിരുന്നു. അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. തന്റെ പിതാവായ ദാവീദിന്റെ വഴിയിലൊക്കെയും വലത്തോട്ടും ഇടത്തോട്ടും മാറാതെ നടന്നു. യോശിയ രാജാവിന്റെ 18-ാം ആണ്ടിൽ രാജാവ് മെഷുല്ലാമിന്റെ മകനായ അസല്യാവിന്റെ മകനായ ഷാഫാൻ എന്ന രായസക്കാരനെ യഹോവയുടെ ആലയത്തിലേക്ക് അയച്ചു പറഞ്ഞതെന്തെന്നാൽ, നീ മഹാപുരോഹിതനായ ഹിൽക്കിയാവിന്റെ അടുക്കൽ ചെല്ലുക. യഹോവയുടെ ആലയത്തിൽ പിരിഞ്ഞു വന്നതും വാതിൽ കാവൽക്കാർ ജനത്തോട് പിരിച്ചെടുത്തതുമായ ദ്രവ്യം അവൻ കണക്ക് നോക്കട്ടെ. അവർ അത് യഹോവയുടെ ആലയത്തിലെ വിചാരകരായി പണി നടത്തുന്നവരുടെ കയ്യിൽ കൊടുക്കട്ടെ. അവർ അത് യഹോവയുടെ ആലയത്തിന്റെ അറ്റകുറ്റം തീർക്കേണ്ടതിന് അതിൽ പണി ചെയ്യുന്ന ആശാരികൾക്കും ശില്പികൾക്കും കൽപ്പണിക്കാർക്കും ആലയത്തിന്റെ അറ്റകുറ്റപ്പണിക്ക് മരവും ചെത്തിയ കല്ലും മേടിക്കേണ്ടതിനും കൊടുക്കട്ടെ. എന്നാൽ ദ്രവ്യം കയ്യേറ്റ് വാങ്ങിയവരോട് കണക്ക് ചോദിക്കേണ്ട. അവർ വിശ്വാസത്തിന്മേലല്ലോ പ്രവർത്തിക്കുന്നത്. മഹാപുരോഹിതനായ ഹിൽക്കിയാവ് രായസക്കാരനായ ഷാഫാനോട്, ഞാൻ ന്യായപ്രമാണ പുസ്തകം യഹോവയുടെ ആലയത്തിൽ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹിൽക്കിയാവ് ആ പുസ്തകം ഷാഫാന്റെ കയ്യിൽ കൊടുത്തു. അവൻ അത് വായിച്ചു. രായസക്കാരനായ ഷാഫാൻ രാജാവിന്റെ അടുക്കൽ ചെന്ന് രാജാവിനോട്, ആലയത്തിൽ കണ്ട ദ്രവ്യം അടിയങ്ങൾ പെട്ടിയൊഴിച്ചെടുത്തു. യഹോവയുടെ ആലയത്തിൽ വിചാരകരായി പണി നടത്തുന്നവരുടെ കയ്യിൽ കൊടുത്തിരിക്കുന്നു എന്ന് മറുപടി ബോധിപ്പിച്ചു. ഹിൽക്കിയ പുരോഹിതൻ എന്റെ കയ്യിൽ ഒരു പുസ്തകം തന്നു എന്നും രായസക്കാരനായ ഷാഫാൻ രാജാവിനോട് ബോധിപ്പിച്ചു. ഷാഫാൻ അത് രാജസന്നിധിയിൽ വായിച്ചു കേൾപ്പിച്ചു. രാജാവ് ന്യായപ്രമാണ പുസ്തകത്തിലെ വാക്യങ്ങളെ കേട്ടിട്ട് വസ്ത്രം കീറി. രാജാവ് പുരോഹിതനായ ഹിൽക്കിയാവോടും ഷാഫാന്റെ മകൻ അഹീക്കാമിനോടും മീഖായാവിന്റെ മകൻ അക്ബോരിനോടും രായസക്കാരനായ ഷാഫാനോടും രാജഭൃത്യനായ അസായാവോടും, നിങ്ങൾ ചെന്ന് കണ്ടെത്തിയിരിക്കുന്ന ഈ പുസ്തകത്തിലെ വാക്യങ്ങളെക്കുറിച്ച് എനിക്കും ജനത്തിനും എല്ലാ യഹൂദയ്ക്കും വേണ്ടി യഹോവയോട് അരുളപ്പാട് ചോദിപ്പീൻ. നമുക്ക് വേണ്ടി എഴുതിയിരിക്കുന്നതൊക്കെയും അനുസരിച്ച് നടപ്പാൻ തക്കവണ്ണം നമ്മുടെ പിതാക്കന്മാർ ഈ പുസ്തകത്തിലെ വാക്യങ്ങളെ കേൾക്കായ്ക കൊണ്ട് നമ്മുടെ നേരെ ജ്വലിച്ചിരിക്കുന്ന യഹോവയുടെ കോപം വലിയതല്ലോ എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഹിൽക്കിയ പുരോഹിതനും അഹീക്കാമും അക്ബോരും ഷാഫാനും അസായാവും അർഹസിന്റെ മകനായ തിക്വയുടെ മകനായി രാജവസ്ത്രവിചാരകനായ ശല്ലൂമിന്റെ ഭാര്യ ഹുൽദ പ്രവാചകിയുടെ അടുക്കൽ ചെന്നു. അവൾ യെരുശലേമിൽ 2-ാം ഭാഗത്ത് പാർത്തിരുന്നു. അവളോട് സംസാരിച്ചു. അവൾ അവരോട് പറഞ്ഞത്, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളെ എൻ്റെ അടുക്കൽ അയച്ചവനോട് നിങ്ങൾ പറയേണ്ടത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഈ സ്ഥലത്തിനും നിവാസികൾക്കും യഹൂദ രാജാവ് വായിപ്പിച്ച പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നത് പോലെയൊക്കെയും അനർത്ഥം വരുത്തും. അവർ എന്നെ ഉപേക്ഷിച്ച് തങ്ങളുടെ സകല പ്രവർത്തികളാലും എനിക്ക് കോപം വരത്തക്കവണ്ണം അന്യദേവന്മാർക്ക് ധൂപം കാട്ടിയതുകൊണ്ട്
എൻ്റെ കോപം ഈ സ്ഥലത്തിൻ്റെ നേരെ ജ്വലിക്കും, അത് കെട്ടുപോകുകയുമില്ല. എന്നാൽ യഹോവയോട് ചോദിപ്പാൻ നിങ്ങളെ അയച്ച യഹൂദാ രാജാവിനോട് നിങ്ങൾ പറയേണ്ടത് എന്തെന്നാൽ, നീ കേട്ടിരിക്കുന്ന വാക്യങ്ങളെക്കുറിച്ച് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: അവർ സ്തംഭനത്തിനും ശാപത്തിനും വിഷയമായി തീരുമെന്ന് ഞാൻ ഈ സ്ഥലത്തിനും നിവാസികൾക്കും വിരോധമായി അരുളി ചെയ്തത് നീ കേട്ടപ്പോൾ നിന്റെ ഹൃദയം അലിഞ്ഞു. നീ യഹോവയുടെ മുൻപാകെ നിന്നെ തന്നെ താഴ്ത്തുകയും നിന്റെ വസ്ത്രം കീറി എൻ്റെ മുൻപാകെ കരയുകയും ചെയ്യുക കൊണ്ട് ഞാനും നിന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. അതുകൊണ്ട് ഞാൻ നിന്നെ നിന്റെ പിതാക്കന്മാരോട് ചേർത്തുകൊള്ളും. നീ മനസ്സമാധാനത്തോടെ നിന്റെ കല്ലറയിൽ അടക്കപ്പെടും. ഞാൻ ഈ സ്ഥലത്തിന് വരുത്തുവാൻ പോകുന്ന അനർത്ഥമൊന്നും നിന്റെ കണ്ണ് കാണുകയില്ല. അവർ രാജാവിനോട് ഈ മറുപടി ബോധിപ്പിച്ചു. 2 രാജാക്കന്മാർ അധ്യായം 23. അനന്തരം രാജാവ് ആളയച്ചു. അവർ യഹൂദയിലും യെരുശലേമിലുമുള്ള എല്ലാ മൂപ്പന്മാരെയും അവൻ്റെ അടുക്കൽ കൂട്ടിവരുത്തി. രാജാവും സകല യഹൂദ പുരുഷന്മാരും യെരുശലേമിലെ സകല നിവാസികളും പുരോഹിതന്മാരും പ്രവാചകന്മാരും ആബാലവൃത്തം ജനമൊക്കെയും യഹോവയുടെ ആലയത്തിലേക്ക് ചെന്നു. യഹോവയുടെ ആലയത്തിൽ വെച്ച് കണ്ടുകിട്ടിയ നിയമപുസ്തകത്തിലെ വാക്യങ്ങളെയെല്ലാം അവർ കേൾക്കെ അവൻ വായിച്ചു. രാജാവ് തൂണിനരികെ നിന്നും കൊണ്ട് താൻ യഹോവയെ അനുസരിച്ച് നടക്കുകയും അവൻ്റെ കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ പ്രമാണിക്കുകയും ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നിയമത്തിൻ്റെ വാക്യങ്ങൾ നിവർത്തിക്കുകയും ചെയ്യാമെന്ന് യഹോവയുടെ മുൻപാകെ ഒരു നിയമം ചെയ്തു. ജനമൊക്കെയും ഈ നിയമത്തിൽ യോജിച്ചു. രാജാവ് മഹാപുരോഹിതനായ ഹിൽക്കിയാവോട് 2 തരത്തിലുള്ള പുരോഹിതന്മാരോടും വാതിൽ കാക്കുന്നവരോടും ബാലിനും അശേരയ്ക്കും ആകാശത്തിലെ സർവ്വസൈന്യത്തിനും വേണ്ടി ഉണ്ടാക്കിയ ഉപകരണങ്ങളൊക്കെയും യഹോവയുടെ മന്ദിരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോകുവാൻ കൽപ്പിച്ചു. യെരുശലേമിനു പുറത്ത് കിദ്രോൻ പ്രദേശത്ത് വെച്ച് അവയെ ചുട്ടു. ചാരം ബഥേലിലേക്ക് കൊണ്ടുപോയി. യഹൂദ പട്ടണങ്ങളിലും യെരുശലേമിൻ്റെ ചുറ്റിലുമുള്ള പൂജാഗിരികളിൽ ധൂപം കാട്ടുവാൻ യഹൂദ രാജാക്കന്മാർ നിയമിച്ചിരുന്ന പൂജാഗിരികളെയും ബാലിനും സൂര്യനും ചന്ദ്രനും ഗ്രഹങ്ങൾക്കും ആകാശത്തിലെ സർവ്വസൈന്യത്തിനും ധൂപം കാട്ടിയവരെയും അവൻ നീക്കിക്കളഞ്ഞു. അശേര പ്രതിഷ്ഠയെയും അവൻ യഹോവയുടെ ആലയത്തിൽ നിന്ന് യെരുശലേമിനു പുറത്ത് കിദ്രോൻ തോട്ടിങ്കിലേക്ക് കൊണ്ടുചെന്നു. കിദ്രോൻ താഴ്വീതിയിൽ വെച്ച് ചുട്ടുപൊടിയാക്കി പൊടി സാമാന്യ ജനത്തിൻ്റെ ശവക്കുഴികളിന്മേൽ ഇട്ട് കളഞ്ഞു. സ്ത്രീകൾ അശേരയ്ക്ക് കൂടാരശീലകൾ നെയ്ത ഇടങ്ങളായി യഹോവയുടെ ആലയത്തിങ്കലുള്ള പുരുഷ മൈഥുനക്കാരുടെ വീടുകളെയും അവൻ ഇടിച്ചു കളഞ്ഞു. അവൻ യഹൂദ പട്ടണങ്ങളിൽ നിന്ന് സകല പുരോഹിതന്മാരെയും വരുത്തി. ഗേബ മുതൽ ബേർഷേബ വരെ പുരോഹിതന്മാർ ധൂപം കാട്ടിയിരുന്ന പൂജാഗിരികളെ അശുദ്ധമാക്കി. പട്ടണവാതിൽ പ്രവേശനത്തിങ്കൽ ഇടത്തുഭാഗത്ത് നഗരാധിപതിയായ യോശുവയുടെ വാതിൽക്കലുള്ള പടിവാതിലുകളുടെ പൂജാഗിരികളെയും അവൻ ഇടിച്ചു കളഞ്ഞു. എന്നാൽ പൂജാഗിരി പുരോഹിതന്മാർ യെരുശലേമിലുള്ള യഹോവയുടെ യാഗപീഠത്തിങ്കൽ കയറിയില്ല. അവർ തങ്ങളുടെ സഹോദരന്മാരുടെ കൂട്ടത്തിൽ പുളിപ്പില്ലാത്ത അപ്പം തിന്നതേയുള്ളൂ. ആരും തൻ്റെ മകനെയോ മകളെയോ മോലക്കിന് അഗ്നിപ്രവേശം ചെയ്യിക്കാതിരിക്കേണ്ടതിന് ബെൻ ഹിന്നോം താഴ്വരയിലെ ദഹനസ്ഥലവും അവൻ അശുദ്ധമാക്കി. യഹോവയുടെ ആലയത്തിലേക്കുള്ള പ്രവേശനത്തിങ്കൽ വളപ്പിനകത്തുള്ള നാഥാൻ മേലക് എന്ന ഷണ്ടൻ്റെ അറയ്ക്കരികെ യഹൂദ രാജാക്കന്മാർ സൂര്യന് പ്രതിഷ്ഠിച്ചിരുന്ന അശ്വബിംബങ്ങളെ അവൻ നീക്കി സൂര്യരഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളഞ്ഞു. യഹൂദ രാജാക്കന്മാർ ആഹാസിൻ്റെ മാളികയുടെ മേൽപ്പുരയിൽ ഉണ്ടാക്കിയിരുന്ന ബലിപീഠങ്ങളെയും മനശ്ശെ യഹോവയുടെ ആലയത്തിൻ്റെ 2 പ്രാകാരങ്ങളിലും ഉണ്ടാക്കിയിരുന്ന ബലിപീഠങ്ങളെയും രാജാവ് തകർത്തു.
അവിടെ നിന്ന് നീക്കി അവയുടെ പൊടി കിദ്രോൻ തോട്ടിൽ ഇട്ടുകളഞ്ഞു. യെരുശലേമിനെതിരെ നാശപർവ്വതത്തിന്റെ വലത്തുഭാഗത്ത് ഇസ്രായേൽ രാജാവായ ശലോമോൻ സീദോന്യരുടെ മ്ലേച്ഛബിംബമായ അസ്തോരത്തിനും മോവാബ്യരുടെ മ്ലേച്ഛബിംബമായ ഖെമോഷിനും അമോനിയരുടെ മ്ലേച്ഛബിംബമായ മിൽക്കോമിനും പണിതിരുന്ന പൂജാഗിരികളെയും രാജാവ് അശുദ്ധമാക്കി. അവൻ വിഗ്രഹസ്തംഭങ്ങളെ തകർത്തു, അശേര പ്രതിഷ്ഠകളെ വെട്ടിക്കളഞ്ഞു. അവ നിന്നിരുന്ന സ്ഥലങ്ങളെ മനുഷ്യാസ്ഥികൾ കൊണ്ട് നിറച്ചു. അത്രയുമല്ല, ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിന്റെ മകനായ യൊരോബെയാം ബഥേലിൽ ഉണ്ടാക്കിയിരുന്ന യാഗപീഠവും പൂജാഗിരിയും അവൻ ഇടിച്ചു കളഞ്ഞു. പൂജാഗിരി അവൻ ചുട്ടുപൊടിയാക്കി, അശേര പ്രതിഷ്ഠയും ചുട്ടുകളഞ്ഞു. എന്നാൽ യോശിയാവ് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ മലയിൽ ഉണ്ടായിരുന്ന കല്ലറകൾ കണ്ടിട്ട് ആളയച്ചു കല്ലറകളിൽ നിന്ന് അസ്ഥികളെ എടുപ്പിച്ചു. ഈ കാര്യം മുന്നറിയിച്ചിരുന്ന ദൈവപുരുഷൻ പ്രസ്താവിച്ച യഹോവയുടെ വചനപ്രകാരം ആ യാഗപീഠത്തിന്മേൽ ഇട്ടു ചുട്ട് അത് അശുദ്ധമാക്കി കളഞ്ഞു. ഞാൻ കാണുന്ന ആ ജ്ഞാപകസ്തംഭം എന്ത് എന്നവൻ ചോദിച്ചു. അതിന് ആ പട്ടണക്കാർ അവനോട്, അത് യഹൂദയിൽ നിന്ന് വരികയും നീ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ ബഥേലിലെ യാഗപീഠത്തെക്കുറിച്ച് മുന്നറിയിക്കുകയും ചെയ്ത ദൈവപുരുഷന്റെ കല്ലറയാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ, അതിരിക്കട്ടെ, അവന്റെ അസ്ഥികളെ ആരും അനക്കരുത് എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവർ അവന്റെ അസ്ഥികളെയും ശമരിയിൽ നിന്ന് വന്ന പ്രവാചകന്റെ അസ്ഥികളെയും വിട്ടേച്ചു പോയി. യഹോവയെ കോപിപ്പിക്കേണ്ടതിന് ഇസ്രായേൽ രാജാക്കന്മാർ ശമര്യ പട്ടണങ്ങളിൽ ഉണ്ടാക്കിയിരുന്ന സകല പൂജാഗിരി ക്ഷേത്രങ്ങളെയും യോശിയാവ് നീക്കിക്കളഞ്ഞു. ബഥേലിൽ അവൻ ചെയ്തതുപോലെയൊക്കെയും അവയോടും ചെയ്തു. അവൻ അവിടെയുള്ള പൂജാഗിരി പുരോഹിതന്മാരെയൊക്കെയും ബലിപീഠങ്ങളിന്മേൽ വെട്ടിക്കൊല്ലിക്കുകയും അവയുടെ മേൽ മനുഷ്യാസ്ഥികൾ ചുടുകയും ചെയ്തിട്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അനന്തരം രാജാവ് സകല ജനത്തോടും, ഈ നിയമപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരം നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് പെസഹ ആചരിപ്പീൻ എന്ന് കൽപ്പിച്ചു. ഇസ്രായേലിന് ന്യായപാലനം ചെയ്തിരുന്ന ന്യായാധിപന്മാരുടെ കാലം മുതൽക്കും ഇസ്രായേൽ രാജാക്കന്മാരുടെയും യഹൂദ രാജാക്കന്മാരുടെയും കാലത്തും ഇതുപോലെ ഒരു പെസഹ ആചരിച്ചിട്ടില്ല. യോശിയ രാജാവിൻ്റെ 18-ാം ആണ്ടിൽ യെരുശലേമിൽ യഹോവയ്ക്ക് ഈ പെസഹ ആചരിച്ചു. ഹിൽക്കിയ പുരോഹിതൻ യഹോവയുടെ ആലയത്തിൽ കണ്ടെത്തിയ പുസ്തകത്തിൽ എഴുതിയിരുന്ന ന്യായപ്രമാണത്തിന്റെ വാക്യങ്ങളെ നിവർത്തിപ്പാൻ തക്കവണ്ണം യോശിയാവ് വെളിച്ചപ്പാടന്മാരെയും ലക്ഷണം പറയുന്നവരെയും ഗ്രഹബിംബങ്ങളെയും മറ്റു വിഗ്രഹങ്ങളെയും യഹൂദാദേശത്തും യെരുശലേമിലും കണ്ട സകല മ്ലേച്ഛതകളെയും അശേഷം നശിപ്പിച്ചു കളഞ്ഞു. അവനെപ്പോലെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ മോശയുടെ ന്യായപ്രമാണ പ്രകാരമൊക്കെയും യഹോവയെങ്കിലേക്ക് തിരിഞ്ഞ ഒരു രാജാവ് മുൻപുണ്ടായിട്ടില്ല, പിൻപ് ഒരുത്തൻ എഴുന്നേറ്റിട്ടുമില്ല. എങ്കിലും മനശ്ശെ യഹോവയെ കോപിപ്പിച്ച സകല കോപഹേതുക്കളും നിമിത്തം യഹൂദയുടെ നേരെ ജ്വലിച്ച തൻ്റെ മഹാകോപത്തിൻ്റെ ഉഗ്രതയെ യഹോവ വിട്ടുമാറാതെ ഞാൻ ഇസ്രായേലിനെ നീക്കിക്കളഞ്ഞതുപോലെ യഹൂദയെയും എൻ്റെ സന്നിധിയിൽ നിന്ന് നീക്കുകയും ഞാൻ തിരഞ്ഞെടുത്ത ഈ യെരുശലേം നഗരത്തെയും എൻ്റെ നാമം അവിടെ ഇരിക്കും എന്ന് ഞാൻ അരുളി ചെയ്ത ആലയത്തെയും ത്യജിച്ച് കളയുകയും ചെയ്യും എന്ന് യഹോവ കൽപ്പിച്ചു. യോശിയാവിൻ്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. അവൻ്റെ കാലത്ത് മിസ്രയീം രാജാവായ ഫറവോൻ നെക്കോ അശൂർ രാജാവിൻ്റെ നേരെ ഭ്രാത്ത് നദിക്ക് പുറപ്പെട്ടു. യോശിയ രാജാവ് അവൻ്റെ നേരെ ചെന്നു. അവൻ അവനെ കണ്ടിട്ട് മെഗിദ്ദോവിൽ വെച്ച് കൊന്നുകളഞ്ഞു. അവൻ്റെ ഭൃത്യന്മാർ മരിച്ചുപോയവനെ രഥത്തിൽ കയറ്റി മെഗിദ്ദോവിൽ നിന്ന് യെരുശലേമിലേക്ക് കൊണ്ടുവന്നു അവൻ്റെ സ്വന്തം കല്ലറയിൽ അടക്കം ചെയ്തു. പിന്നെ ദേശത്തെ ജനം യോശിയാവിൻ്റെ മകനായ യഹോവാഹാസിനെ കൂട്ടിക്കൊണ്ടുവന്നു അഭിഷേകം കഴിപ്പിച്ചു.
അവൻ്റെ അപ്പന് പകരം രാജാവാക്കി. യഹോവാഹാസ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 23 വയസ്സായിരുന്നു. അവൻ 3 മാസം യെരുശലേമിൽ വാണു. അവൻ്റെ അമ്മയ്ക്ക് ഹമൂതൽ എന്നു പേർ. അവൾ ലിബ്നക്കാരനായ യെരമ്യാവിൻ്റെ മകളായിരുന്നു. അവൻ തൻ്റെ പിതാക്കന്മാർ ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അവൻ യെരുശലേമിൽ വാഴാതിരിക്കേണ്ടതിന് ഫറവോൻ നെക്കോ ഹമാത്ത് ദേശത്തിലെ റിബ്ലയിൽ വെച്ച് അവനെ ബന്ധിച്ചു. ദേശത്തിന് 100 താലന്ത് വെള്ളിയും 1 താലന്ത് പൊന്നും പിഴ കൽപ്പിച്ചു. ഫറവോൻ നെക്കോ യോശിയാവിൻ്റെ മകനായ എലിയാക്കീമിനെ അവൻ്റെ അപ്പനായ യോശിയാവിന് പകരം രാജാവാക്കി. അവൻ്റെ പേർ യഹോയാക്കീം എന്ന് മാറ്റി. യഹോവാഹാസിനെ അവൻ കൊണ്ടുപോയി. അവൻ മിസ്രയീമിൽ ചെന്ന് അവിടെ വെച്ച് മരിച്ചുപോയി. ആ വെള്ളിയും പൊന്നും യഹോയാക്കീം ഫറവോനു കൊടുത്തു. എന്നാൽ ഫറവോൻ്റെ കൽപ്പന പ്രകാരം വെള്ളി കൊടുക്കേണ്ടതിന് അവൻ ദേശത്ത് വരിയിട്ടു. അവൻ ദേശത്തെ ജനത്തിൽ ഓരോരുത്തൻ്റെയും പേരിൽ വരിയിട്ടതുപോലെ വെള്ളിയും പൊന്നും അവരവരോട് പിരിച്ചെടുത്തു ഫറവോൻ നെഖോവിന് കൊടുത്തു. യഹോയാക്കീം വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 25 വയസ്സായിരുന്നു. അവൻ 11 സംവത്സരം യെരുശലേമിൽ വാണു. അവൻ്റെ അമ്മയ്ക്ക് സെബീദ എന്നു പേർ. അവൾ റുമക്കാരനായ പെദായാവിൻ്റെ മകൾ ആയിരുന്നു. അവൻ തൻ്റെ പിതാക്കന്മാർ ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു.